എന്താ തയ്ക്കണമെന്ന് പറഞ്ഞോളൂ. നമ്മൾ ഇന്നൊരു ചുരിദാറാണ് തയ്ക്കണേ. ഇത് ഓൾറെഡി നമ്മൾ പ്രിന്റഡ് ആയിട്ടുള്ള തുണി വാങ്ങിയിട്ട് അത് കട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കഴുത്തൊന്നും വേറെ സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ട, കാരണം നമ്മളിത് കഴുത്ത് വെച്ച് അടിച്ച് കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ എടുക്കുന്നത് എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് ഒരു 16 അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ 8 വരുന്നത്. അതിൻ്റെ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക, കാരണം ഇറങ്ങി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ചിൽ നിന്ന് പിന്നെ നമ്മൾ അടിയിലേക്ക് കൈക്കുഴി എൻ്റെ 8 വരുന്നത്. അപ്പോൾ കൈ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മുടെ ചെസ്റ്റ് എൻ്റെ വരുന്നത് 38 ആണെങ്കിൽ 38 ചെസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ 4/1 അപ്പോൾ 9. അപ്പോൾ ആദ്യം 9 നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ 2 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇടുക, അത് സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും. അപ്പം നമ്മളത് 2 ഇഞ്ച് കൂടി ഇട്ടു. എന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു ചെറിയൊരു ആർച്ച് ഷേപ്പിലിനെ വരയ്ക്കുക. അത് കഴിഞ്ഞ് താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ അടുത്തത് ഹിപ്പിൻ്റെ അവിടെ വയറിൻ്റെ അവിടെ ആയിട്ട് എൻ്റെ 32 അപ്പം 32ൻ്റെ 4/1 വീണ്ടും വരും. അതൊന്നും അതിൻ്റെ 7-8 അങ്ങോട്ടായിരുന്നു. അത് ഇങ്ങോട്ട് 2 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇടുക. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ എടുക്കുക. ഹിപ്പിൻ്റെ 42 ആയിരുന്നു, അതിൻ്റെ എടുത്തിട്ട് 10.4 അതിൽ നിന്ന് പിന്നെ 2 ഇഞ്ച് എക്സ്ട്രാ ഇടുക. എന്നിട്ട് ഈ എക്സ്ട്രാ ഇട്ട എല്ലാ ജോയിനും ഇട്ട് ജോയിൻ ഇങ്ങനെ ചെയ്യുക. ഇനി നമ്മളത് താഴത്തേക്ക് അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കാം. ഡോട്ടിൽ കൂടെ പോകണം കേട്ടോ. ഈ ഡോട്ട് ഈ ഡോട്ട് ഇവിടെ പോയിന്റ് ിൻ്റെ പോയിന്റ്. അതുപോലെ നമ്മൾ ഇവിടെ കഴുത്തിന് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. അത് ഓപ്പൺ ചെയ്യും. നമ്മൾ ഓൾറെഡി പ്രിന്റഡ് ആയിട്ടുള്ള തുണി ആയതുകൊണ്ട് നമ്മൾ ക്യാൻവാസ് വെച്ചടിക്കുമ്പം കട്ടിയുള്ള ക്യാൻവാസ് വെക്കരുത്. പ്രിന്റഡ് ആയതുകൊണ്ട് ഭംഗി എപ്പോഴും കട്ടി കുറഞ്ഞ കോട്ടൻ്റെ സാധാ ക്യാൻവാസ് വയ്ക്കാൻ ഓർക്കണം.